ഹായ് വെൽക്കം ബാക്ക് എവ്രി വൺ. സോ നമ്മൾ നമ്പർ തിയറി ആൻഡ് കോമ്പിനറ്റോറിക്സിലെ DPP9 ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ INMO 2016 ചോദിച്ചതാണ് ഫ്രം ദ ചാപ്റ്റർ സീക്വൻസ് ആൻഡ് സീരീസ്. ക്വസ്റ്റ്യൻ ഇതാണ്: കൺസിഡർ എ നോൺ കോൺസ്റ്റന്റ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ A1 A2 up to AN. Suppose there exist relatively prime positive integers P1 and Q1 such that A1 square, AP1 square, AQ1 square are also the terms of the same arithmetic progression. Prove that the terms of the arithmetic progression are all integers. അപ്പോൾ ഒരു APയെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. ആ APയിൽ രണ്ട് റിലേറ്റീവ്ലി പ്രൈം പോസിറ്റീവ് ഇൻഡിജേഴ്സ് Pയും Qയും such that A1 square, AP1 square, AQ1 square, അതായത് AP1 എന്ന് പറഞ്ഞ ടേമിന്റെ സ്ക്വയറും AQ1 എന്ന് പറഞ്ഞ AQ+1 എന്ന് പറഞ്ഞ ടേമിന്റെ സ്ക്വയറും A1 സ്ക്വയറും എല്ലാം ഈ APയിലെ ടേംസുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ APയിലെ എല്ലാ ടേംസും ഇൻഡിജേഴ്സ് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. APയിലെ 3 ടേംസിനെ പറ്റിയാണ് പറഞ്ഞത്. അതിനെ ബേസ് ചെയ്തിട്ട് ഈ APയിലെ എല്ലാ ടേംസും ഇൻഡിജേഴ്സ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഒരു APയിലെ ടേംസ് എല്ലാം എപ്പോഴാണ് ഇൻഡിജേഴ്സ് ആവുക? APയിലെ ടേംസ് എങ്ങനെയാ? ഫസ്റ്റ് ടേം A, അടുത്ത ടേം A പ്ലസ് കോമൺ ഡിഫറൻസ്, അടുത്തത് A+2 ടൈംസ് കോമൺ ഡിഫറൻസ്, അടുത്തത് A+3 ടൈംസ് കോമൺ ഡിഫറൻസ്. അപ്പൊ ഈ APയിലെ ടേംസ് എല്ലാം നമുക്ക് ഇൻഡിജേഴ്സ് ആണെന്നാണ് കിട്ടേണ്ടത്. അപ്പൊ ഒരു APയിലെ ടേംസ് എല്ലാം ഇൻഡിജേഴ്സ് ആവാൻ ആകെ 2 കണ്ടീഷൻ ഫോളോ ചെയ്താൽ മതി. അതായത് അതിന്റെ ഫസ്റ്റ് ടേം, ഇവിടെ ഫസ്റ്റ് ടേം A1 ആണെന്ന് പറഞ്ഞു. അപ്പൊ A1 ഈക്വൽ ടു A എന്ന് എടുക്കാം. ആൻഡ് കോമൺ ഡിഫറൻസിനെ ഞാൻ B എന്നാണ് എടുക്കുന്നത്. കോമൺ ഡിഫറൻസ് B ഈസ് ഈക്വൽ ടു A2 മൈനസ് A1, A3 മൈനസ് ഏതെങ്കിലും 2 ടേംസിന്റെ ഡിഫറൻസ് കണ്ടാൽ കോമൺ ഡിഫറൻസ് ആയി. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതിൽ എല്ലാ ടേംസും ഇൻഡിജേഴ്സ് ആണെന്നാണ്. ഒരു APയിലെ എല്ലാ ടേംസും ഇൻഡിജേഴ്സ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ അതിലെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ഇൻഡിജർ ആയാൽ മതി. കാരണം പിന്നെയുള്ള ടേംസ് എല്ലാം ഫസ്റ്റ് ടേം പ്ലസ് മൾട്ടിപ്പിൾസ് ഓഫ് കോമൺ ഡിഫറൻസ് ആണ്. അപ്പോ നമുക്ക് ആകെ പ്രൂവ് ചെയ്യാനുള്ളത്, അതായത് എന്ത് പ്രൂവ് ചെയ്താൽ മതിയാവും? It shall suffice to showing that A and B are integers. Aയും Bയും ഇൻഡിജേഴ്സ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മാത്രം മതി. അതായത് B എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ് ഇവിടെ. അത് രണ്ടും ഇൻഡിജേഴ്സ് ആയാൽ പിന്നെ എല്ലാ ടേംസും ഇൻഡിജേഴ്സ് ആയി. അപ്പൊ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എന്തിന്റെ ബേസിസിൽ? വേറെ 3 ടേംസ് തന്നിട്ടുണ്ട്. ആ 3 ടേംസ് ഈ APയിലെ ടേംസ് ആണ് എന്നതിന്റെ ബേസിസിൽ നമുക്ക് ഇതിലെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ഇൻഡിജർ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഇനി ബേസ്ഡ് ഓൺ ദി ഗിവൺ കണ്ടീഷൻസ്, അതായത് ബേസ്ഡ് ഓൺ ദ ഗിവൺ കണ്ടീഷൻ 3 ടേംസും കൂടി APയിൽ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ദ ഗിവൺ കണ്ടീഷൻസ് ഇംപ്ലൈ that there exists positive integers n m k greater than 1 satisfying. അതായത് ഇനി നമ്മൾ 3 പോസിറ്റീവ് ഇൻഡിജേഴ്സിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. N-ഉം M-ഉം K-യും. എന്താണ് N-ഉം M-ഉം K-യും? നമ്മളോട് പറഞ്ഞു A1 സ്ക്വയർ ഈ APയിലെ ടേം ആണ്. A1 സ്ക്വയർ APയിലെ ടേം ആണെങ്കിൽ A1 സ്ക്വയർ ഈസ് ഈക്വൽ ടു A സ്ക്വയർ ആണ്. A സ്ക്വയർ ആണ്. ഈ A1 സ്ക്വയർ APയിൽ ഒരു ടേം ആണ്. അങ്ങനെയാണെങ്കിൽ അത് A പ്ലസ് സം നമ്പർ ഇൻറ്റു കോമൺ ഡിഫറൻസ് ആയിരിക്കണം, ആവണ്ടേ? അതായത് ഒരു APയിലെ ടേം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം പ്ലസ് സം നാച്ചുറൽ നമ്പർ ഇൻറ്റു കോമൺ ഡിഫറൻസ് ആണ്. അപ്പൊ A1 സ്ക്വയർ ഈ APയിലെ ടേം ആണ്. സോ A സ്ക്വയർ ഈക്വൽ ടു A പ്ലസ് NB. അത് ഒരു ഇക്വേഷൻ. പിന്നെ അടുത്തത് എന്താണ്? AP1 സ്ക്വയർ, AP1 ഹോൾ സ്ക്വയർ. AP1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി A പ്ലസ് PB ആണ്. A പ്ലസ് PB ആണ്. AP1. A പ്ലസ് PB ഹോൾ സ്ക്വയർ ഇസ് ഓൾസോ ഈക്വൽ ടു A പ്ലസ് MB. അത് A പ്ലസ് MB ആവണം. അതായത് അതും ഇതിലെ ഈ APയിലെ ഒരു ടേം ആണ്. സോ അത് ഫസ്റ്റ് ടേം പ്ലസ് ഒരു M ടൈംസ് കോമൺ ഡിഫറൻസ് ആണ്. ഇതേപോലെ AQ+1 ഹോൾ സ്ക്വയർ, ദാറ്റ് വിൽ ബി A പ്ലസ് QB ഹോൾ സ്ക്വയർ. അത് ഒരു A പ്ലസ് KB ആയിരിക്കണം. അതും ഈ APയിലെ ഒരു ടേം ആണ്. സോ അത് A പ്ലസ് K ടൈംസ് കോമൺ ഡിഫറൻസ് ആയിരിക്കണം. ഇനി ഇതിനെ നമുക്ക് മാറ്റി എഴുതാം. A സ്ക്വയർ പ്ലസ് 2APB പ്ലസ്
പി സ്ക്വയർ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ പ്ലസ് എം ബി എന്ന് എഴുതാം. ഇതിനെ നമുക്ക് മാറ്റി എഴുതാം എ സ്ക്വയർ പ്ലസ് 2a QB പ്ലസ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ പ്ലസ് കെ ബി എന്ന് എഴുതാം. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 3. ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്താൽ, ഈ രണ്ട് ഇക്വേഷനും കൂടി സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് കിട്ടും. അതായത് ഞാൻ 3 - 2 ചെയ്യാൻ പോവാണ്. 3 - 2 ചെയ്താൽ കിട്ടും 2ab ഇൻറ്റു 2ab ഇൻറ്റു പി മൈനസ് ക്യൂ, അല്ലെങ്കിൽ 3 - 2 ചെയ്യണ്ട, നമുക്ക് 2 - 1 ചെയ്യാം. 2 - 1 ചെയ്യാം. 2 - 1 ചെയ്താൽ കിട്ടാൻ പോകുന്നത് 2apb പ്ലസ് പി സ്ക്വയർ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എം ബി മൈനസ് എൻ ബി. ഈ ഭാഗം ഇത് സബ്ട്രാക്ട് ചെയ്തു. അപ്പൊ 2apb പി സ്ക്വയർ ബി സ്ക്വയർ, അപ്പുറത്ത് എയും പോയി എം ബി മൈനസ് എൻ ബി. ഇനി ബി എല്ലാം ക്യാൻസൽ ചെയ്താൽ 2ap പ്ലസ് പി ബി, 2ap പ്ലസ് പി സ്ക്വയർ ബി ഈസ് ഈക്വൽ ടു എം മൈനസ് എൻ. അപ്പൊ ഇങ്ങനെ എഴുതാം എം മൈനസ് എൻ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 2a പ്ലസ് പി ബി. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 4. 2 - 1 ആണ് ഇപ്പൊ ചെയ്തത്. ഇനി ഇതേപോലെ 3 - 1 കൂടിയും ചെയ്യുന്നു. 3 - 1 ഇതേപോലെ 3 - 1 ചെയ്താൽ ഇത് തന്നെയാണ് കിട്ടാൻ പോവുക. എം മാറി എൻ ആവും. കെ മൈനസ് എൻ ഇസ് ഈക്വൽ ടു പി മാറി എല്ലാം ക്യൂ ആവും. ക്യൂ ഇൻറ്റു 2a പ്ലസ് ക്യൂ ബി. ഇത് തന്നെയാണ് കിട്ടാൻ പോകുന്നത്. അത് മൊത്തത്തിൽ എഴുതുന്നില്ല, കറസ്പോണ്ടിങ് പിയും ക്യൂവും മാറ്റി ജസ്റ്റ് അങ്ങോട്ട് എഴുതുന്നേ ഉള്ളൂ. അപ്പൊ ഇതാണ് കിട്ടാൻ പോകുന്നത്. അങ്ങനെ രണ്ട് ഇക്വേഷൻസ് കിട്ടി. നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് എനെയും ബിനെയും പറ്റിയാണ്. എയും ബിയും ഇന്റിജർ ആണെന്ന് പ്രൂവ് ചെയ്യുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോ ഇപ്പോ എയും ബിയും, പിന്നെ ഈ എയും ബിയും അല്ലാതെ നമുക്ക് ഉള്ള രണ്ട് നമ്പേഴ്സ് ആർ എം, എൻ ആൻഡ് പി. എമ്മും എന്നും പിയും ഓൾറെഡി ഇന്റിജേഴ്സ് ആണ്, നമ്മൾ പറഞ്ഞതാണ് ഇന്റിജേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നോക്കുമ്പോ ഇപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് നോക്കുക. ഇതിൽ എം മൈനസ് എൻ ഈ ഭാഗം ഇന്റിജർ ആണ്. ഇനി ഈ പി ഇന്റിജർ ആണ്, പി ഇന്റിജർ ആണ്, ഈ പി ഇന്റിജർ ആണ്, എ ബി. അപ്പോ LHS ഈക്വൽ ടു ആൻ ഇന്റിജർ. അപ്പൊ RHSും ഇന്റിജർ ആവണം. അപ്പൊ RHSല് ഇപ്പോ RHSലെ ടേംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എം മൈനസ് എൻ ഇസ് ഈക്വൽ ടു 2AP പ്ലസ് പി സ്ക്വയർ ബി അല്ലേ. എം മൈനസ് എൻ ഇതൊരു ഇന്റിജർ ആണ്. പിന്നെ ഏതാ 2p ഒരു ഇന്റിജർ ആണ്, പി സ്ക്വയർ ഒരു ഇന്റിജർ ആണ്. അപ്പൊ എങ്ങനെയാണെങ്കിലും അപ്പുറത്തൊരു ഇന്റിജർ, അപ്പൊ ഇപ്പുറത്തും ഇന്റിജർ ആവണം. അപ്പൊ ഇത് ഇന്റിജർ ആവണം എന്നുള്ളത് കൊണ്ട് ഒരിക്കലും എക്കും ബിക്കും ഇറാഷണൽ ആവാൻ പറ്റില്ല. എക്കും ബിക്കും വേണമെങ്കിൽ റാഷണൽ ആവാം, പക്ഷെ ഒരിക്കലും ഇറാഷണൽ ആവാൻ പറ്റില്ല. കാരണം അപ്പൊ അത് ഇറാഷണൽ ടേം ആവും, അപ്പുറത്തൊരു ഇന്റിജർ ആണുള്ളത്. അതേപോലെ ഇവിടെയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ സംഭവിക്കും. കെ മൈനസ് എൻ ഒരു ഇന്റിജർ ആണ്. 2AQ പ്ലസ് ക്യൂ സ്ക്വയർ ബി കൂട്ടിയാലും ഒരു ഇന്റിജർ ആവണം. അതിൽ ക്യൂ ഇന്റിജർ ആണ്. അപ്പൊ എക്കും ബിക്കും ഒരിക്കലും ഇറാഷണൽ ആവാൻ പറ്റില്ല. അപ്പോ these two equations give that A, B element of Q. എയും ബിയും റാഷണൽ ആണ് എന്ന് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. നമുക്ക് എയും അതല്ല, എയും ബിയും ഇന്റിജർ ആണെന്ന് പ്രൂവ് ചെയ്യലാണ്. ഇപ്പൊ റാഷണൽ ആണെന്ന് കിട്ടി. എ ആൻഡ് ബി ആർ റാഷണൽ. അതായത് എയും ബിയും P/Q ഫോമിലാണ്. പിയും ക്യൂവും പറഞ്ഞാണ്. അതായത് റാഷണൽ P/Q ഫോമിലാണ്, ഫ്രാക്ഷണൽ ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഇതിനെ ഇന്റിജർ ആക്കണം. അപ്പോ ഇവിടെ നിന്ന് നമ്മൾ ഈ ഫസ്റ്റ് ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഇക്വേഷൻ വി ക്യാൻ റൈറ്റ്. ഫസ്റ്റ് ഇക്വേഷൻ ഇതാണ്, എ സ്ക്വയർ ഈക്വൽ ടു എ പ്ലസ് എൻ ബി ഫ്രം 1. So b is equal to a square minus a by n, a into a minus 1 by n. a into a minus 1 by n ആണ് b. ഇനി അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് ഇനി നമുക്ക് ബിനെ എലിമിനേറ്റ് ചെയ്യാം, ബിനെ എന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാം. അതായത് ഇപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്, 4ഉം 5ഉം. ഈ 4ലെയും 5ലെയും പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അതിലെല്ലാം ഇന്റിജേഴ്സ് ആണ്. എം, എൻ, കെ എല്ലാം ഇന്റിജേഴ്സ് ആണ്. എയും ബിയുമാണ് റാഷണൽ ആയിട്ട് കിടക്കുന്നത്. അപ്പൊ രണ്ട് റാഷണൽ ആണെന്നാണ് ഇപ്പൊ നമ്മുടെ അസംഷൻ.
അപ്പൊ ആ രണ്ട് നമ്പേഴ്സ്, രണ്ട് റാഷണലിന് പകരം ഒന്നിനെ മറ്റതിന്റെ ടേംസിൽ എഴുതിയാൽ ഇതിൽ ഈ ഇക്വേഷൻ ഒറ്റ റാഷണലേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ബിനെ എന്റെ ടേംസിൽ എഴുതാൻ പോവാണ്. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ 4 4ൽ നമ്മൾ ഈ ബിന്റെ എയിലുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. m - n is equal to p into 2a plus p into b. ആ ബിക്ക് പകരം a into a minus 1 by n എന്ന് എടുക്കുന്നു. ഇനി m - n is equal to pa, n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2n plus 2n plus n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തല്ലോ. അപ്പൊ p into a minus 1. അപ്പൊ n into m minus n is equal to ആ പിയും കൂടി നമുക്ക് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 2pn plus p square into a minus 1. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 6. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 6. ഓൾസോ ഇനി നമ്മൾ ഇതേപോലെ 5ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. m മാറി k ആവും. പിന്നെ എന്ത് സംഭവിക്കും? p മാറി q ആവും. a into 2qn plus q square into a minus 1. This is equation number 7. ഇതാണ് ഇക്വേഷൻ നമ്പർ 7. ഇപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഈ രണ്ട് ഇക്വേഷൻസിലും there are integers n, m, p, k. പിന്നെ a മാത്രമാണ് റാഷണൽ ആയിട്ട് കിടക്കുന്നത്. ആ a-നെ നമുക്ക് ഇന്റിജർ ആണെന്ന് പ്രൂവ് ചെയ്യണം. a ഇപ്പൊ റാഷണൽ ആണ്. അപ്പോ now assume a is equal to x by y. a റാഷണൽ ആണല്ലോ. അപ്പൊ a equal to നമുക്ക് x by y, അതായത് റാഷണൽ നമ്പറിന്റെ ഡെഫിനിഷൻ a equal to x by y, xy element of z and gcd of xy1. അപ്പൊ a-നെ നമ്മളൊരു p by q x by y ഫോമിൽ എക്സ്പ്രസ് ചെയ്തു. x and y are integers, they are relatively prime എന്നുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇനി അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദിസ് ഇൻ 6, ഇത് 6ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഇത് 6ൽ ഇനി എക്ക് പകരം x by y കൊടുക്കുന്നു. n into m minus n is equal to x by y 2pn പിന്നെ p square into a minus 1 x by y minus 1. അപ്പൊ അത് കൊടുക്കുമ്പോ y അപ്പുറത്തേക്ക് മൾട്ടിപ്ലൈഡ് ആവും. ഒരു വൈയും കൂടി വരും, y സ്ക്വയർ x. ഇവിടെ ഒരു y വരും, x മൈനസ് y. ഇങ്ങനെ കിട്ടും. y സ്ക്വയർ ഇൻറ്റു n into m minus n equal to x into 2pny plus p square into x minus y in 7. ഇനി ഇതേപോലെ 7ൽ കൊടുത്താൽ എന്താ മാറ്റം ഉണ്ടാവുന്ന അറിയാലോ? m മാറി k ആവും, p മാറി q ആവും. 2qny plus q square into x minus y. ഇതാണ് കിട്ടാൻ പോകുന്നത്. ദിസ് ബി അവർ ഇക്വേഷൻസ് 8 and 9. ഇതാണ് നമ്മുടെ ഇക്വേഷൻസ് 8ഉം 9ഉം. ഇപ്പൊ ഇതിൽ ഫുൾ ഇന്റിജേഴ്സ് ആണ്. അതായത് നമ്മൾ ചെയ്തു വന്നത് നോക്കണം. n, m, k, p, q ഇന്റിജേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ വന്നു. അപ്പൊ അതിൽ എയും ബിയും റാഷണൽ. അപ്പൊ രണ്ട് റാഷണൽ നമ്പേഴ്സ് ആ ബിനെ എന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്തു. അപ്പൊ ഇപ്പൊ ഒറ്റ റാഷണൽ നമ്പർ ഈ എനെ x by y ടേംസിൽ എക്സ്പ്രസ് ചെയ്തു. ഇപ്പൊ എക്സും വൈയും ആർ ഇന്റിജേഴ്സ്. ഇപ്പൊ ഫുൾ ഇന്റിജേഴ്സ് ഉള്ള രണ്ട് ഇക്വേഷൻ ആയി. ഇപ്പൊ ഇതിൽ ഫുൾ ഇന്റിജേഴ്സ് ആയി. ഇനി ഫ്രം 8 ഈ 8 എന്നുള്ള ഇക്വേഷൻ നോക്കിയാൽ 8 എന്നുള്ള ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ അതിൽ y സ്ക്വയറിന്റെ ഈ y സ്ക്വയർ നോക്കൂ. ആ y സ്ക്വയറിന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് എന്ത്? y സ്ക്വയറിന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് x into 2pny plus p square into x minus y is a multiple of y square. അല്ലെ? y square into n into m minus n. n into m minus n is an integer. അതിന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് അത്. is a multiple of y square.
അങ്ങനെയാണെങ്കിൽ അത് y സ്ക്വയറിന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് y-ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോ y-ക്ക് അതിനെ ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ then y ഡിവൈഡ്സ് x ഇൻറ്റു 2pny പ്ലസ് p സ്ക്വയർ ഇൻറ്റു x മൈനസ് y. ഇനി എക്സും വൈയും തമ്മിൽ എന്താണ്? എക്സും വൈയും തമ്മിൽ റിലേറ്റീവ്ലി പ്രൈം ആണ്. അപ്പോ y ഏതിനെ മാത്രമേ ഡിവൈഡ് ചെയ്യുള്ളൂ? ഇതിനെ മാത്രം. അതായത് ആ പ്രൊഡക്റ്റിനെ y ഡിവൈഡ് ചെയ്യും, എക്സ് വൈനെ ഡിവൈഡ് ചെയ്യില്ല, y എക്സിനെ ഡിവൈഡ് ചെയ്യില്ല. സോ y ഡിവൈഡ്സ് 2pny പ്ലസ് p സ്ക്വയർ ഇൻറ്റു x മൈനസ് y. ഈ 2pny ഓൾറെഡി y ഉണ്ട്, അപ്പൊ y അതിനെ ഡിവൈഡ് ചെയ്യും. y ഒരു സമ്മിനെ ഡിവൈഡ് ചെയ്യുന്നു, അപ്പോ 2pny ഓൾറെഡി ഡിവൈഡ് ചെയ്യുന്നു, അപ്പൊ p സ്ക്വയറിന്റെ x മൈനസ് y നെ ഡിവൈഡ് ചെയ്യണം. സോ y ഡിവൈഡ്സ് p സ്ക്വയർ x മൈനസ് p സ്ക്വയർ y. p സ്ക്വയർ y നെ y എന്തായാലും ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അപ്പൊ പിന്നെ p സ്ക്വയർ x നെയും y ഡിവൈഡ് ചെയ്യണം. ഇംപ്ലൈസ് y ഡിവൈഡ്സ് p സ്ക്വയർ x. എക്സിനെ വൈക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, കാരണം എക്സും വൈയും റിലേറ്റീവ്ലി പ്രൈം ആണ്. സോ ഇംപ്ലൈസ് y ഡിവൈഡ്സ് p സ്ക്വയർ. y p സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നു, y ഡിവൈഡ്സ് p സ്ക്വയർ എന്ന് കിട്ടി. അപ്പൊ ഇവിടെ നമുക്ക് y ഡിവൈഡ്സ് p സ്ക്വയർ കിട്ടി. ഇനി ഇതേപോലെ ഇക്വേഷൻ 9 നോക്കുകയാണെങ്കിൽ ഫ്രം 9 ഇതേപോലെ ഇക്വേഷൻ 9 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ ചെയ്തു വരുന്നു. അവിടെയും ഇതേപോലെ y സ്ക്വയറിന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് അത്. y സ്ക്വയർ ഡിവൈഡ്സ് x ഇൻറ്റു 2qny പ്ലസ് q സ്ക്വയർ ഇൻറ്റു x മൈനസ് y. സോ y ഡിവൈഡ്സ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ y ഡിവൈഡ്സ് 2qny പ്ലസ് q സ്ക്വയർ ഇൻറ്റു x മൈനസ് y. വൈയും എക്സും നമ്മൾ റിലേറ്റീവ്ലി പ്രൈം ആണ്. ഇനി 2qny ഓൾറെഡി y ഉണ്ട്, സോ y ഡിവൈഡ്സ് q സ്ക്വയർ x മൈനസ് qy. qy-നെ ഓൾറെഡി y ഡിവൈഡ് ചെയ്യും, സോ y ഡിവൈഡ്സ് q സ്ക്വയർ x. y-ക്ക് x-നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, സോ y ഡിവൈഡ്സ് q സ്ക്വയർ. y q സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നു. നൗ വി ഹാവ്, ഇപ്പൊ y p സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നു, y q സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നു. ക്വസ്റ്റ്യനിൽ പറഞ്ഞു പിയും ക്യൂവും റിലേറ്റീവ്ലി പ്രൈം ആണ്. പിയും ക്യൂവും റിലേറ്റീവ്ലി പ്രൈം ആണ്. പിയും ക്യൂവും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ പി സ്ക്വയറിനെയും ക്യൂ സ്ക്വയറിനെയും ഒരു നമ്പർ ആയിട്ടുള്ള y ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറയുകയും ചെയ്തു. ആസ് p ആൻഡ് q ആർ റിലേറ്റീവ്ലി പ്രൈം, അപ്പൊ p സ്ക്വയറും q സ്ക്വയറും റിലേറ്റീവ്ലി പ്രൈം ആണ്. ആസ് p ആൻഡ് q ആർ റിലേറ്റീവ്ലി പ്രൈം ആൻഡ് y ഡിവൈഡ്സ് both p and q, then y is equal to 1. അപ്പൊ അങ്ങനെയാണെങ്കിൽ y 1 ആയിരിക്കണം. y is equal to 1 ആണ്. So a is equal to x. Implies a is an integer. അപ്പൊ a is equal to x by y ആണ്, അതിൽ y equal to 1 ആയി. അപ്പൊ a ഇപ്പൊ എന്തായി? a ഒരു ഇന്റിജർ ആയി. അപ്പൊ നമ്മൾ ഫസ്റ്റ് ടേം ഇന്റിജർ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് ടേം ഇന്റിജർ ആണ് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പായി. ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള ബിയും കൂടി ഇന്റിജർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതും നമ്മൾ ഇതേപോലെയാണ് ചെയ്യുന്നത്. അവിടെ നമുക്ക് ഇനിയിപ്പോ എന്താണ് ചെയ്യാനുണ്ടാവുക? ഇനി നമ്മൾ ബി എന്താണ്? വി ഹാവ് നൗ ടേക്ക് ബിയും ഇതേപോലെ. നൗ ടേക്ക് ബി ഈസ് ഈക്വൽ ടു യു ബൈ വൈ, യു ബൈ വി, യു വി എലമെന്റ് ഓഫ് സെഡ് and GCD of UV equal to 1. രണ്ട് റിലേറ്റീവ്ലി പ്രൈം ഇന്റിജേഴ്സ് u and v. ഇനി നമുക്ക് ഇപ്പൊ a ഇന്റിജർ ആണെന്ന് കിട്ടിയല്ലോ. അപ്പൊ ഇനി എയും ബിയും ഉള്ള ഒരു ഇക്വേഷൻ എടുക്കാം. രണ്ട് ഇക്വേഷൻസ് വേണ്ടി വരും. രണ്ട് ഇക്വേഷൻസ് നമുക്ക് തുടക്കത്തിലുള്ള ഏതെങ്കിലും ഇക്വേഷൻസ് എടുക്കാം. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇതൊക്കെ എടുക്കാം. 2apb ഈ ഇക്വേഷൻ എടുക്കുന്നു. 2apb പ്ലസ്, അതായത് വല്ലാതെ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട, അതായത് എ ഒക്കെ ഒരു പ്രാവശ്യം വരുന്ന ഏതെങ്കിലും ഇക്വേഷൻ മതി. ഇതിന്റെ ഇടയിലൊക്കെ കുറെ ഇക്വേഷൻ വന്നിട്ടുണ്ട്, അതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ആദ്യം ഏതെങ്കിലും ഇക്വേഷൻ എടുക്കാം. 2apb പ്ലസ് പി സ്ക്വയർ ബി. 2apb പ്ലസ് പി സ്ക്വയർ ബി ഇസ് ഈക്വൽ ടു m മൈനസ് n എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. ഫ്രം ദർ പി സ്ക്വയർ ബി ഇസ് ഈക്വൽ ടു m മൈനസ് n മൈനസ് 2apb. ഇവിടെ നമ്മൾ ബി യു ബൈ വി കൊടുക്കുന്നു, ഈക്വൽ ടു m മൈനസ് n. 2apb ഉണ്ട് അവിടെ, 2ap അല്ലേ ഉള്ളൂ, 2apa ഉള്ളൂ. m മൈനസ് n മൈനസ് 2ap.
So u into p square is equal to v into m minus n minus 2ap. m minus n into 2ap. ഇപ്പൊ ആ ഇക്വേഷനിൽ നോക്കുകയാണെങ്കിൽ എല്ലാം ഇന്റിജേഴ്സ് ആ, എ വരെ ഇന്റിജർ ആണ് നമുക്ക് കിട്ടിയതാണ്. ഇപ്പോ ഫ്രം ഹിയർ യുന്റെ ഒരു മൾട്ടിപ്പിൾ അല്ലേ ഇത്, അപ്പൊ യു ഡിവൈഡ്സ് എം മൈനസ് എൻ, അല്ല യു അല്ല, തിരിച്ച് വിന്റെ ഒരു മൾട്ടിപ്പിൾ വി ഇൻറ്റു സം ഇന്റിജർ ആണ് യു പി സ്ക്വയർ, വി ഇൻറ്റു സം ഇന്റിജർ ആണ് യു പി സ്ക്വയർ. സോ വി ഡിവൈഡ്സ് യു പി സ്ക്വയർ, വി യു പി സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നു. പക്ഷെ വി മ്യൂ തമ്മിൽ റിലേറ്റീവ്ലി പ്രൈം ആണ്, ഇംപ്ലൈസ് വി ഡിവൈഡ്സ് പി സ്ക്വയർ, വി പി സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നു. ഓൾസോ ഇതേപോലെ അപ്പുറത്ത് വേറൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, ഏത് ക്യൂ വെച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ക്യൂ വെച്ചിട്ടുള്ള ഇക്വേഷൻ ഏതാ? അപ്പുറത്ത് ക്യൂ വെച്ചിട്ടുള്ള ഇക്വേഷൻ ഇത് കെ മൈനസ് എൻ ഇസ് ഈക്വൽ ടു ഓൾസോ ഇതേപോലെ ഒരു ഇക്വേഷൻ ഉണ്ടായിരിക്കും. അതായത് ഇതിന്റെ കറസ്പോണ്ടിങ് ക്യൂ ഇക്വേഷൻ അല്ലേ, 2aq പ്ലസ് പി സ്ക്വയർ അല്ല ക്യൂ സ്ക്വയർ ബി ഇസ് ഈക്വൽ ടു കെ മൈനസ് എൻ, കറസ്പോണ്ടിങ് മറ്റേ ഇക്വേഷൻ. അതെടുക്കുമ്പോ അവിടെ ക്യൂ സ്ക്വയർ ബി ഇസ് ഈക്വൽ ടു കെ മൈനസ് എൻ മൈനസ് 2aq, ക്യൂ സ്ക്വയർ ഇൻറ്റു യു ബൈ വി ഇസ് ഈക്വൽ ടു കെ മൈനസ് എൻ മൈനസ് 2aq, യു ക്യൂ സ്ക്വയർ ഈക്വൽ ടു വി ഇൻറ്റു കെ മൈനസ് എൻ മൈനസ് 2aq. അപ്പൊ ഇവിടുന്ന് നമുക്ക് എന്ത് കിട്ടി? വിന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് യു ക്യൂ സ്ക്വയർ. സോ വി ഡിവൈഡ്സ് യു ക്യൂ സ്ക്വയർ, വി ഡിവൈഡ്സ് ക്യൂ സ്ക്വയർ. നേരത്തെ അതേപോലെ തന്നെ വി ഡിവൈഡ്സ് ക്യൂ സ്ക്വയർ. അപ്പോ ഇതേപോലെ എഴുതുന്നു, ആസ് പി ആൻഡ് ക്യൂ ആർ റിലേറ്റീവ്ലി പ്രൈം, as p and q are relatively prime and v divides p square and q square, then v is equal to 1. അപ്പൊ അങ്ങനെയാണെങ്കിൽ v equal to 1 ആണ്. So b is equal to u implies b is an integer. അപ്പൊ b യും ഒരു ഇന്റിജർ ആണ്. അപ്പൊ നമുക്ക് എയും ഇന്റിജർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റി, ബിയും ഇന്റിജർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റി. അത് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ആണ്, അത് രണ്ടും ഇന്റിജർ ആണ്. സോ വി ഹാവ് പ്രൂവ്ഡ് that the first term and common difference of the AP are integers. Therefore all the terms in the AP are integers. Therefore all the terms in the AP are integers. ഇതാണ് ഇതിന്റെ പ്രൂഫ്. താങ്ക് യു.